ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇനി നമ്മൾ വന്നിട്ടുണ്ട് ചെമ്മീൻ കൊണ്ട് അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും ചെമ്മീൻ നിരുവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ബേസിൽ ജോസഫിൻ്റെ റെസിപ്പി കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഷെഫിൻ്റെ റെസിപ്പിയാണ് ചെമ്മീൻ നിരുവാണ്. അതാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഭയങ്കര സിമ്പിൾ കേട്ടോ. അതേപോലത്തെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടിയില്ല, മൊത്തത്തിലുള്ള കുരുമുളക് എടുക്കാം കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട് തോന്നുന്ന, വീഡിയോ കാണുന്നില്ല. 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പുളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അത് ഒന്ന് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇനി നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമില്ലാതെ ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പാടില്ല കേട്ടോ. നല്ല തിക്ക് പേസ്റ്റ് വേണേ. കണ്ട, ഇങ്ങനെ വേണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെമ്മീനിൽ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ചെമ്മീനിൽ പിടിച്ച് കിട്ടണ്ടേ, അതുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറി മിസ്സാവേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നാളികേര പാലെടുക്കാം കേട്ടോ. നല്ല തിക്കിലെ പാല് വേണേ ഈ കറിയിലേക്ക്, അതാണ് ആവശ്യം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് കട്ട് ചെയ്ത് വെച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ചെമ്മീൻ ഓരോ ചെമ്മീൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഷാലോ ഫ്രൈ ആക്കില്ലേ, അങ്ങനെ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ചെമ്മീൻ അറിയാമല്ലോ എല്ലാവർക്കും, പെട്ടെന്ന് കുക്കായി കിട്ടില്ലേ. കണ്ട, ഞാൻ പതിക്ക് ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട, ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇത് നമുക്ക് ഇതിട്ട് ജസ്റ്റ് ഒന്ന് ശാല ഫ്രൈ ആവാനാ താമസം മാത്രമല്ല കേട്ടോ നമ്മൾ ഈ കറിക്ക്. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. മസാല മൊത്തം ഇതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ. ഒന്ന് ചെയ്യണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. 2 സൈഡ് ഒന്ന് ശാല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കട്ടിയുള്ള നാളികേര പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നാളികേര പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഓഫാക്കാം കേട്ടോ. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പാലായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലത്തെ ഫ്രഷ് നാളികേര പാൽ എടുക്കാൻ നോക്കണേ. കണ്ട ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് സർവിങ് ബൗളിലേക്ക് എടുക്കാം കേട്ടോ. ഇത്രയല്ല, പനിയൊന്നുമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇത്രയല്ല. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ അതേപോലത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.